മൂന്നാമത്തെ വാക്യം, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കർത്താവ് നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് ഈ വേദാംശം വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷന് 2ാമത്തെ രാത്രിയാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആത്മാവിൽ മനസ്സിലാക്കുന്നു. ഈ രാത്രിയിൽ ഇവിടെ വായിച്ചു കേട്ട വേദാംശം മത്തായി സുവിശേഷത്തിനകത്ത് നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടെ. 16-ാമത്തെ അധ്യായം, 15-ാമത്തെ അധ്യായം, 17-ാമത്തെ അധ്യായം, 18-ാമത്തെ അധ്യായം. ആമേൻ. നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് വളരെ ശക്തിയേറിയ ശുശ്രൂഷ ചെയ്തു വരുന്ന കാലഘട്ടങ്ങളിൽ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് കൃപാവരങ്ങളെ കൊടുക്കുകയാണ്. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഞാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മൗനം പാലിച്ചു നിന്നു. സ്തോത്രം. അവിടെ 16-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോ ആ 16-ാമത്തെ അധ്യായത്തിൽ അവിടെ പത്രോസിനോട് ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് അവിടെ കാണുന്നു. എന്നാൽ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ യേശു ചോദിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അവനോട്, ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് എത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ജഡപ്രകാരമല്ല വെളിപ്പെടുത്തിയത്, നീ പറഞ്ഞ വെളിപ്പാട് കൃത്യമാണ്. ബാക്കി എല്ലാവരും പല കാര്യങ്ങളും പറയുമ്പോൾ 15-ാമത്തെ അധ്യായവും 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ വ്യക്തമായി കാര്യം തിരിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് പത്രോസ്. അപ്പോഴാണ് യേശു പറയുന്നത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വ്യക്തി അല്ല നിന്നോട് പറഞ്ഞത്, ഇത് സ്വർഗസ്ഥ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ശ്രദ്ധിക്കണം, വെളിപ്പാട് തരുന്നത് സ്വർഗമാണ്. ഇവിടെ ഉള്ള മനുഷ്യരല്ല വെളിപ്പാട് തരുന്നത്. വെളിപ്പാടും ദർശനവും ദൂതും തരുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്, പിതാവാണ് എന്നെല്ലാം സംബോധന ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ കഥകൾ മാറുന്നത്. സ്തോത്രം. എന്നാൽ നോക്കിക്കേ, 22-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി നമുക്ക് വായിക്കാം. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ വെളിപ്പെടുത്തുന്നത്? സ്തോത്രം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. കണ്ടോ, പത്രോസ് യേശു കർത്താവിനെ ശാസിച്ചു. ശ്രദ്ധിക്കണം, വെളിപ്പാട്, പ്രവചനവരം, ദൈവകൃപ, ദൈവ സാന്നിധ്യം വേറെ ആർക്കും വെളിപ്പെടുത്താത്തത് വെളിപ്പെടുത്തി കൊടുത്ത പത്രോസ് യേശു കർത്താവിനെ തിരുത്താൻ ശ്രമിച്ചു, ശാസിച്ചു. അപ്പോഴാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോല് കർത്താവ് തിരിച്ചു വാങ്ങി. മനസ്സിലാക്കണേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വാക്യം ഒന്ന് പൗലൂസിലേക്ക് തിരിയുമ്പോൾ പൗലൂസ് തന്റെ ശരീരത്തിൽ അനുഭവിച്ച ആ ശൂലമാകുന്ന അസുഖത്തെ
താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മാറ്റുവാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീക അർത്ഥം ഇങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. ആ ഒരു ശൂലം അവനില്ലായിരുന്നു എങ്കിൽ പൗലൂസ് കർത്താവിനെ തള്ളിപ്പറയുമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടൊരു മനുഷ്യനാണ് സ്തോത്രം പൗലൂസ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഉള്ള ഒരു ശൂലമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സകല കറയും തീർത്ത് തള്ളിപ്പറഞ്ഞപ്പോഴും ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് നിർത്തി സകലത്തെയും നന്മകളും കൊടുത്ത്, സകല നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ചേർത്ത് നിർത്തിയ യേശു കർത്താവിനെ തിരുത്താൻ, ശാസിക്കാൻ പത്രോസ് തയ്യാറായി. ഇന്ന് രാത്രി സ്തോത്രം, എനിക്കോ നിങ്ങൾക്കോ പറയാനോ പുകഴുവാനോ ഒന്നുമില്ല. ദൈവത്തെ തിരുത്തുന്ന ഒരു തലമുറ ഉളവായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ നോക്കൂ, നമ്മുടെ മുൻപേ ഇരിക്കുന്ന തലമുറയെ നോക്കൂ. യേശു കർത്താവിനെ തിരുത്തുന്നതല്ലേ ഈ കാലഘട്ടങ്ങളിലെ തലമുറ? അതുകൊണ്ടാണ് ഒരിടത്തും എത്താൻ കഴിയാതെ പകുതി വഴിയിൽ അസ്തമിച്ചു പോകുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കഴിഞ്ഞ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ 90-ഉം 110-ഉം വയസ്സ് വരെ ജീവിച്ചിരുന്നത് എനിക്കറിയാം. എന്റെ കുടുംബത്തിനകത്ത് എന്റെ മാതാവിന്റെ പിതാവ് 109 വയസ്സ് വരെ ജീവിച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല ഒരു മനുഷ്യനാ. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്നത്തെ തലമുറകളോ ഇന്നത്തെ മനുഷ്യനോ ഹല്ലേലൂയ സ്തോത്രം അല്പ ആയുസ് മാത്രം 30-ഓ 40-ഓ 45-ഓ 50-നും അകത്ത് വെച്ച് ഗുഡ് ബൈ പറയുന്ന കാര്യം മനസ്സിലായോ? അല്പമൊക്കെ കൃപകൾ കിട്ടുമ്പോൾ കർത്താവിനെ ചോദ്യം ചെയ്യുന്ന, തിരുത്തുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. കർത്താവ് തരുന്നതിന് കരം നീട്ടി സ്വീകരിച്ച് മുൻപിലോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ച പത്രോസിൽ നിന്ന് താക്കോൽ തിരിച്ചു വാങ്ങിട്ട് പറയാ, പിശാചേ അല്ലെങ്കിൽ സാത്താനെ എന്നെ വിട്ടു പോ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത്രയും സമയം റെസ്പെക്റ്റായി സംസാരിച്ച യേശു ഹല്ലേലൂയ അവനോട് തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന് നല്ല മനുഷ്യനത്രേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് എന്ന് അവനോട് പറയുകയാണ്. ദൈവവൈതലേ, പ്രൈസ് ദി ലോർഡ്. പേര് പറഞ്ഞ് ശാസിക്കാൻ. ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവ് പലയിടത്തും പേര് പറഞ്ഞ് ശാസിച്ചു. ഹല്ലേലൂയ. കർത്താവ് പലയിടത്തും പേര് പറഞ്ഞ് ശാസിച്ചാൽ ശ്രദ്ധിക്കൂ, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന. സ്തോത്രം. അവന്റെ കാൽക്കൽ പിടിച്ചാൽ പോലും പിന്നെ വകയില്ല. കാരണം ശാസിക്കുന്നത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവൈതലേ, യേശു കർത്താവിനോട് ചേർന്ന് നിന്ന പത്രോസ് യേശു കർത്താവിനെ തിരുത്താൻ ശ്രമിച്ചപ്പോ സ്തോത്രം അവിടെ ശകലം പോലും അവനെ സപ്പോർട്ട് ചെയ്യാതെ മാറ്റേണ്ടതിനെ മാറ്റിവിടാൻ യേശു തയ്യാറായപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മാവിൽ വെളിപ്പാട് കൈമാറുകയാ. നിന്റെ എന്റെ ജീവിതത്തിൽ ആത്മീയത്തെ തിരുത്താൻ നിൽക്കുന്ന പലരെയും നോക്കി പറ, സാത്താനെ എന്നെ വിട്ട് പോകുന്നു പറയാൻ അധികാരം പ്രാപിച്ച ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്നോട് എന്നോടും ദൈവം എനിക്ക് തന്ന ദൈവം നമുക്ക് തന്ന ഒരു താക്കോലുണ്ട്. അത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ആമേൻ. തീർന്നില്ല കേട്ടോ. മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോ യേശു കർത്താവ് അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്. അവിടെ നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോ കാണാൻ കഴിയുന്നൊരു പദം ഇതാണ്. യേശു കർത്താവ് യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ആത്മാവ് അവന് 40 ദിവസം മരുഭൂമിയിൽ നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി വളരെ വ്യക്തമായി
ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള ആത്മനിയോഗം പരിശുദ്ധാത്മ തരുകയാ. ഇന്ന് രാത്രി ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ അത് നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം എത്ര എന്ന് പറയാൻ ഇന്ന് രാത്രി തയ്യാറുള്ളവർ ദൈവത്തിന് സ്തോത്രം കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി 4:10 നമുക്ക് ശ്രദ്ധ തിരിക്കാം. എന്താ അവിടെ വായിച്ചേ? യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? അവിടത്തെ രീതി എന്ന് പറഞ്ഞാൽ സാത്താൻ യേശു കർത്താവിനോട് പറയുക, നീ എന്നെ കാല് പിടിച്ചാൽ, നീ എന്നെ നമസ്കരിച്ചാൽ നിനക്ക് ഇതെല്ലാം തരാം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നിനക്കുള്ളതാ. ഉയരമുള്ള ഒരു മലയുടെ പുറത്ത് കൊണ്ട് കയറ്റിയിട്ട് യേശുവിനോട് പറയുന്ന വാക്കുകളായത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മെ കർത്താവ് കണ്ടത് ഒരിടത്ത് കുറ്റിയടിച്ച് കെട്ടിയിട്ട ഒരു പട്ടിയെ പോലെ അല്ല. സ്തോത്രം. നമ്മെ കർത്താവ് കണ്ടിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സുവിശേഷം അറിയിക്കണം. ആമേൻ. ഞാനോ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ആമേൻ. ഇതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ വായിച്ച വാക്യം, യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, അതൊരു വ്യക്തിയായിട്ട് നമുക്ക് കൊണ്ടുവരാം. കർത്താവ് എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ കർത്താവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് പരീശന്മാരെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാ നോക്കൂ, 9-ാമത്തെ വാക്യം പറയുന്നു, വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. നോക്കിക്കേ, സകലത്തെയും നിർമ്മിച്ച സകലത്തിന്റെ ഉടമസ്ഥനായ യേശു കർത്താവിനോട് പറയുക, നീ എന്നെ നമസ്കരിക്കാം. ഇന്ന് അങ്ങനെയല്ലേ? ഹല്ലേലൂയ. നമ്മൾ പറയും പോലെ ദൈവം ചെയ്യണം. നമ്മൾ എന്ത് പറയോ ദൈവം അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ അനുസരിപ്പിക്കും, അല്ലെ? അതിനുവേണ്ടി നമ്മൾ 21 days ഇരിക്കും. ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു 45 ഇരിക്കും. ഇപ്പൊ 45 മാറി പാസ്റ്ററെ, ഇപ്പൊ 100. സ്തോത്രം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? കർത്താവിനെ കൊണ്ട് ചെയ്യിക്കാൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു മജീഷ്യൻ അല്ല. ഹല്ലേലൂയ. ഇതൊരു മജീഷ്യൻ അല്ല നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയാൻ എനിക്ക് കഴിയുന്ന കാര്യം മനസ്സിലായോ? ഇന്ന് രാത്രി ദൂത് മറന്നു പോകരുത്. എന്റെയും നിന്റെയും ദൈവം മജീഷ്യൻ അല്ല. ഇന്ന് 17 വയസ്സായ ഒരു കുട്ടി +2 വിദ്യാഭ്യാസം കഴിയും, അല്ലേ? അല്ലെ അഭിഷക്തന്മാരെ, അല്ലെ ദൈവദാസിയെ, അല്ലെ ദൈവദാസനെ? 17 വയസ്സായി കഴിഞ്ഞാൽ +2 കഴിഞ്ഞു, അല്ലേ? സ്തോത്രം. അല്ലേ? 17 വയസ്സായ +2 കഴിഞ്ഞു. എന്നാൽ 17 വയസ്സായ ഒരു മനുഷ്യൻ പൊട്ടക്കുടിയിൽ കിടപ്പുണ്ട്, ജയിലറയിൽ കിടപ്പുണ്ട്. എത്ര വർഷം ജയിലറയില്? 13 വർഷം. സ്തോത്രം. അവന്റെ പേര് മനസ്സിലായി കാണും. ഹല്ലേലൂയ. ഒരു ദൂതൂടെ ഞാൻ പറയാം. കുഴിക്കകത്തിട്ടവൻ തന്നെ കുഴിക്കകത്തുനിന്ന് പുറത്തു കയറ്റി. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ വാഴ്ത്തത്വം പ്രാപിച്ച നിന്നെ എന്നെയും തള്ളിയിടുന്നവൻ തന്നെ കരം തന്ന് കരയ്ക്ക് കയറ്റും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 13 വർഷം ജയിലില്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പഴയ നിയമമൊക്കെ പഠിച്ചപ്പോഴേ എനിക്ക് അതിനകത്ത് കിട്ടാത്തതൊന്ന് പുതിയ നിയമത്തിൽ കിട്ടി. സ്തോത്രം. പുതിയ നിയമത്തിലെ അജോസ് പാസ്റ്ററെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല പുതിയ നിയമത്തില് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്റെ പൊന്നെ, ഞാൻ നോക്കിയപ്പോ പഴയ നിയമത്തിനേക്കാളും വ്യക്തമായി പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, യോസേപ്പിനെ പറ്റി എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ? സ്തോത്രം. വായിക്കാം. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് 17 വയസ്സ് പ്രായമുള്ള
നല്ല കരുത്തുള്ള ഒരു പൈതൽ. അവനെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചു കയറ്റി മിദ്യാന കച്ചവടക്കാരുടെ കയ്യിൽ കൊടുത്തു. ശേഷം അവനെ കൊണ്ടുപോയി പോത്തിഫർ അവനെ വാങ്ങിച്ച് ഭവനത്തിൽ കൊണ്ടുപോയി. ശേഷം അവന്റെ ജീവിതത്തിൽ വന്നത് അവൻ ഇന്ന് രാത്രി നമ്മൾ വായിക്കുന്നു. വായിച്ചാട്ടെ 9ഉം 10ഉം വാക്യം. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രയീമിനും തന്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. കണ്ടോ? കേവലം ഒരു പക്ഷി വകുപ്പ് മന്ത്രിയായിട്ടല്ല അവൻ മിസ്രയീമിൽ ഒതുങ്ങിയത്. ഉൽപ്പത്തിയിൽ കിട്ടാത്തത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോസേപ്പിന് കൊടുത്തത്, ഹല്ലേലൂയ, സകലത്തിന്റെ മേലുമുള്ള അധികാരം. ഫറോന്റെ സകല ഗ്രഹം എന്ന് പറയുമ്പോൾ 1-2 ഗ്രഹമാണോ? രാജസന്നിധികൾ. ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത മന്ത്രി ആരാ? യോസേപ്പ. ഇന്ന് രാത്രി വെളിപ്പാട് മറന്നു പോകരുത്. ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത മന്ത്രി യോസേപ്പ. മാറിപ്പോകരുത് ദൂത്. ഇന്ന് രാത്രി ദൈവത്തെ ഭജിക്കുന്നവനും ദൈവത്തെ ഭജിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. 13 വർഷം ജയിലിൽ കിടന്നെങ്കിലും അവൻ വിശുദ്ധിയെ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും പറയുക, എന്നുമല്ല കഷ്ടത, പക്ഷെ കഷ്ടതയിലും യോസേപ്പിനോട് കൂടെ ഇരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം തള്ളിക്കളയുമോ? ഒരിക്കലുമില്ല. നീ എത്രത്തോളം കരഞ്ഞോ, എത്രത്തോളം നീ കർത്താവിനെ ചേർത്ത് പിടിച്ചോ, എത്രത്തോളം നീ വചനത്തെ സ്നേഹിച്ചോ, അതിന്റെ 10 മടങ്ങ് നിനക്ക് തരാൻ എന്റെ ദൈവം സർവശക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോഴേ മാറിപ്പോയി കർത്താവിനെ തിരുത്താൻ നിൽക്കരുത്. ഇവിടെ കണ്ടോ, വായിച്ച വാക്യത്തിലേക്ക് വരാം. അവിടെ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. ആമേൻ. പത്രോസ് യേശുവിനെ തിരുത്താൻ ശ്രമിച്ചു. ഹല്ലേലൂയ. നമ്മൾ ആരും യേശു കർത്താവിനെ തിരുത്താൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. അതിന്റെ പ്രത്യാഘാതം നമുക്ക് കാണാൻ കഴിയുന്ന ദൈവമൈതലേ, ഇന്ന് രാത്രി കർത്താവ് പറയുന്ന വാക്ക് കേട്ടോ. പത്രോസേ, സ്തോത്രം, എന്നെ വിട്ട് സാത്താനെ, എന്നെ വിട്ട് നീ എവിടെ പോണം? മാറിപ്പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ വായിക്കുന്ന വാക്യത്തിലേക്ക് വരാം. 13-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു ദൂത് ശ്രദ്ധിച്ചേ. വായിച്ചേ. 13-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. എന്താ അവിടെ യേശു പറഞ്ഞത്? സ്തോത്രം. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇടർച്ച വരുത്തുന്നവനെ, ഇടർച്ച എന്ന് പറഞ്ഞാൽ ചെറിയ ഇടർച്ചയല്ല, കർത്താവിനെ തിരുത്തുന്നവനെ ഒരിക്കലും വിടുവിക്കാൻ കഴിയാത്ത അധർമ്മ പാളയത്തിനകത്തേക്ക് ഇറക്കി വിടാൻ അവിടെ യേശു കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ, ഹല്ലേലൂയ, തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത്, ഹല്ലേലൂയ, 42, തീച്ചൂളയിലിട്ട് കളയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു തീച്ചൂള മുൻപിൽ കത്തി വരുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ടോ? ദിനപത്രങ്ങളും മാധ്യമങ്ങളും വിളിച്ചു പറയുന്നത് കണ്ടോ? സകലതും അവസാനിക്കാൻ സമയമായി. ഇതുവരെ നമ്മൾ കാണാത്തത് കാണാൻ പോവുക. കാരണം സ്വർഗത്തിൽ ഇടർച്ചയായി നിൽക്കുന്ന പലതിനെയും സാത്താനെ തള്ളിയിടുന്നത് പോലെ ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്കിടർച്ചയായി നിൽക്കുന്ന
ശുശ്രൂഷകന്മാർക്കിടർച്ചയായി നിൽക്കുന്നതിനെ ആമേൻ ഹല്ലേലൂയ തള്ളിക്കളയുന്ന ഒരു അധികാരം പ്രാപിച്ച ഒരുവൻ എനിക്കും നിനക്കും വേണ്ടി മുൻപിൽ വരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജ്യമൊട്ടാകെ വിറച്ചിരിക്കുന്നു, രാജ്യത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, രാജാക്കന്മാരുടെ ഏപ്പാടിപ്പോയി, നോട്ടുകളെല്ലാം ഡിജിറ്റൽ നോട്ടുകളാകാൻ പോകുന്നു. പത്രവാർത്തകൾ പുറത്തു വന്നു, രാജ്യങ്ങൾ പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല, രാജാക്കന്മാർ പറയുന്നു ആമേൻ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? മനുഷ്യന്റെ ആമൻ ഊഹാമോഹങ്ങളിൽ കൂടെ വന്നതല്ല ഇത് സ്വർഗത്തിലെ ദൈവം വരുന്നതിന് അല്പം മുൻപ് വചനം തെളിവായി പറയുന്നു, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ സംഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. 16:23 പറയുന്നത്, ആമേൻ, അവനെ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ. ആമേൻ. ഇന്ന് അങ്ങനെയല്ലേ? കർത്താവ് ശാസിച്ചിന് വേണ്ടി എന്ന് കയറി പ്രാർത്ഥിക്കരുത്, ഇടിവിൽ നിങ്ങളായിരുന്നു. ആമേൻ. ഇരമ്യാവിനോട് പറഞ്ഞിടാ, ഞാൻ കൈവിട്ടതാ, നീ കയറി കുറുകെ നിൽക്കരുത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടൊക്കെ പറഞ്ഞു, ദൈവം കൈവിട്ടതിനെ കയറി ആമെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഒടുക്ക ആകെ പ്രശ്നമാവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് ശാസിച്ച് ചിലത് നിരം പതിച്ചാൽ ഒരിക്കലും അതിനെ ആമെ പിന്തുടർന്നു പോകരുത്. ആമെ കെട്ടിയവന് മാത്രമേ കെട്ടഴിക്കാൻ കഴിയൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട നിയോഗത്തോടെ നിൽക്കുന്ന ദൈവകുഞ്ഞ്, ഈ രാത്രി നിന്നോടും എന്നോടും പറയുന്ന ദൈവാലോചനകൾ ഈ കൺവെൻഷൻ രണ്ടാമത്തെ രാത്രിയിൽ, സമാപന രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തെ ആരും തിരുത്തരുത്, തിരുത്താൻ നിൽക്കരുത്, ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് ആമെ പൗലോസിൽ കൂടെ പുറത്തു വരികയാ. ഒന്ന് വായിച്ചേ. റോമർ 8:5 വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. കണ്ടോ? അവിടെ വായിച്ചത് കണ്ടോ? ഹല്ലേലൂയ. ജഡത്തിന്റെ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി എവിടെന്നാ ഭിന്നത വരുന്നതെന്നറിയാമോ? Glory to God. ഭിന്നത എവിടെന്നാ വരുന്നേ? ആമേൻ. വിശുദ്ധ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുമ്പോൾ അവിടെ നിന്ന് ഭിന്നത പുറപ്പെടുന്നു. സ്തോത്രം. ആമേൻ. വിശുദ്ധ സഭായോഗങ്ങളെ ആമേൻ ഇന്ന് രാത്രി ജഡ സ്വഭാവം അതിനകത്ത് കയറി വരരുത്. സ്തോത്രം. ഇവിടെ ആർക്കും വെളിപ്പെടുത്താത്ത ഒന്ന് ആമേ ശീമോനായ പത്രോസിന് വെളിപ്പെടുന്നു. അവൻ അതിന് തൃപ്തന. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. ആമേ, പലപ്പോഴും മനുഷ്യൻ തള്ളുന്നതിനെ തമ്പുരാൻ ചേർത്ത് നിർത്തും. കാരണം ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേ, ഉള്ളതുപോലെ. ഇന്ന് രാത്രി നോക്കിക്കേ. ആമേ, സ്തോത്രം. അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 8:4 ഒന്ന് വായിച്ചേ. സ്തോത്രം. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിനു തന്നെ. ആമേൻ. ന്യായപ്രമാണത്തിനൊരു നീതിയുണ്ട്. ആ നീതി 1-ാമത്തെ സങ്കീർത്തനം പറയുന്നു, അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ വരവിന് അല്പം മുൻപ് ന്യായപ്രമാണത്തിന് വിരാമം കുറിച്ചു. പക്ഷെ ന്യായപ്രമാണത്തിന്റെ ആധികാരികത ഇന്നും മനുഷ്യനെ പിന്തുടരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയട്ടെ, ആത്മാവ് ഇന്ന് രാത്രി ആത്മാവിൽ നിൽക്കുന്നവൻ ആമേൻ ദൈവത്തിനുള്ളവനാ. ഹല്ലേലൂയ. അതാണ് തള്ളപ്പെട്ടിട്ടും ചേർത്ത് പിടിച്ച കണ്ണീര് തുടച്ചവർ ദൈവം പറയുന്നു, നീ എനിക്കുള്ളവൻ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വകയാ. ഹല്ലേലൂയ.
ആരെല്ലാം മനഃപൂർവ്വം നമ്മെ തോൽപ്പിക്കാൻ നോക്കിയാലും ഞാനും നീയും ദൈവത്തിന്റെ വകയാണെങ്കിൽ, ദൈവത്തിന്റെ പാദാംബികയെ മുഴങ്കാൽപ്പടി പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞാണെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് അടയപ്പെട്ട അധ്യായങ്ങൾ തുറന്നു തരാൻ എന്റെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും പേർ ചൊല്ലി അടച്ച അധ്യായങ്ങൾ അതേ പേർ ചൊല്ലി പുറത്ത് തുറന്നു തരാൻ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല ആമേൻ വ്യക്തികളും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി കാണാതെ പോകരുത്. പരിശുദ്ധാത്മാവിന് നമ്മോട് 2025 എന്തൊക്കെയോ നമ്മൾ പരമേൽപ്പിക്കാറുണ്ട്. ഏതൊക്കെയോ ശുശ്രൂഷകളിൽ ദൈവത്തിന് നമ്മെ പരമേൽപ്പിക്കാറുണ്ട്. ശുശ്രൂഷകളിൽ രാജ്യങ്ങളിലേക്ക് ദൈവത്തിന് അയപ്പാറുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. പിന്നാലെ നമുക്ക് തുടരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു ദൂത് താൻ പറയുകയാണ്. ഒന്ന് വായിച്ചേട്ടെ. ഫിലിപ്പിയർ 3:19. അവരുടെ നാശം, അവരുടെ ദൈവം വയർ, ലജ്ഞയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. സ്തോത്രം. ഞാനതിന്റെ ദൂതുകൾ മാത്രമാണ് വായിച്ചു വിടുന്നത്. നിങ്ങൾ മുകളിലോട്ടും താഴോട്ടും വായിക്കപ്പെടുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർ സഭയോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അല്ലയോ സഹോദരന്മാരെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നിങ്ങൾ ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിൽ ആസ്ഥാനപ്പെട്ട് നിങ്ങൾ മുമ്പിലോട്ട് വരുമ്പോൾ, സ്തോത്രം, നിങ്ങൾക്ക് നേരെ പൊന്തി വരുന്ന ചില വിഷയങ്ങൾ ഞാൻ കാണുന്നു എന്റെ ജ്ഞാന കണ്ണുകൊണ്ട്. അതാ പറയുന്ന അവരുടെ അവസാനം നാശമാണ്. ആരുടെ അവസാനം? പ്രൈസ് ദി ലോർഡ്. 18-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒന്ന് വായിക്കും. 17 ആമേൻ സ്തോത്രം 18 വാക്യങ്ങളിലേക്ക് വരാം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. കണ്ടോ? കർത്താവിന് ശത്രുക്കളായി, കർത്താവിന്റെ കാൽവരി മരണത്തെ കണ്ണീരോടെ സ്വീകരിക്കേണ്ട ജനം ഇന്ന് കർത്താവിനെ മാറ്റി നിർത്തുകയാ. സ്തോത്രം. ഒരു കൂട്ടം പേര് പറയുകയാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. ഒരു കൂട്ടം പേര് പറയുകയാണ് അത് ജനിച്ചെങ്കിൽ ഡിസംബർ 25 അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പച്ചവെള്ളത്തിന്റെ അഴുക്ക് മാറ്റാൻ പറ്റും ആർക്കെങ്കിലും? ഒരാളിന് പച്ചവെള്ളത്തിന്റെ അഴുക്ക് മാറ്റാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ 1000 ഫിൽറ്ററിലെ പച്ചവെള്ളം ഒന്ന് ഫിൽട്ടർ ചെയ്താലും അഴുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സാത്താന്റെ പദ്ധതി. സ്തോത്രം. ആമേൻ. ഒരു കുരുക്ക് അഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് കൊണ്ടുവരും. ആമേൻ. വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന തലമുറകളെ തെറ്റിക്കുന്ന ദുരാചാരങ്ങൾ, അടിച്ചമർത്തലുകൾ, ആമേൻ സ്തോത്രം, മുൻപിലോട്ട് കൊണ്ടുവരുന്ന കാര്യം ഇതാണ്. പത്രോസ് ദൈവത്തെ ചോദ്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ വീഴുന്നുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിനെ ചോദ്യം ചെയ്യുന്നവരാ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ശുശ്രൂഷപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ആമേൻ. ദൈവാത്മാവ് പെന്തക്കോസ്ത് സഭ ഇന്ന് വിട്ടുപോയിട്ട് വർഷങ്ങളായി. ഇപ്പോ അതെല്ലാം CSI അകത്ത് കയറി. ഹല്ലേലൂയ.
അമ്മേ, ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ കരയ്ക്ക് കയറി വന്നപ്പോൾ പ്രാപിച്ച അഭിഷേകമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. ഓരോ ദിവസവും ഒരു പുതുക്കത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വന്നില്ലാത്ത പക്ഷം അവിടെ സംഭവിക്കുന്നത് ആത്മീക മരണമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് എന്ന് കർത്താവിനെ ചോദ്യം ചെയ്യാൻ മനുഷ്യൻ ഇറങ്ങി തിരിച്ചുവോ, അന്ന് കർത്താവ് പറഞ്ഞു, പത്രോസേ, സാത്താനെ, എന്നെ വിട്ടു പോ. ഇന്ന് പലതും പുറത്ത് നിന്ന് കരയുക. ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ? യേശു കർത്താവിനെ ചോദ്യം ചെയ്തതാണ്. ഓക്കെ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. പ്രൈസല്ലോ. നിങ്ങൾ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പോയിക്കേ, അവര് പറയുന്ന ഒരു വാക്ക്, അമ്മേ ദൈവദാസന് ഇത്ര ദൂരെ എന്നാ വരുന്നേ, സ്തോത്രം, കാറിലാ വരുന്നേ. അതിന്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം പറഞ്ഞു, കിലോമീറ്ററോട് പറയും, പാസ്റ്റേ ദൈവദാസന് ഞാൻ ഇത്ര ദൂരെ എന്നാ വരുന്നേ, സ്തോത്രം, ഞാൻ കാറിലാ വരുന്നേ. കാരണം പിന്നെ പറയുക, കാരണം മനസ്സിലായോ? പണ്ടത്തെ പോലെ 500, 600 പോരാ, സ്തോത്രം, എനിക്ക് ഇത്ര വേണമെന്ന് അതിന്റെ കാര്യം. അതാ പറഞ്ഞ, അവരുടെ വയറ, അവർക്ക് വയറ, ദൈവനാമമല്ല വിഷയം, വയറ്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവരെ ചവിട്ടിക്കാതിരിക്കുക. സ്തോത്രം. നിങ്ങൾ ഈ നാളുകളിൽ വചനത്തെ കരതീർത്ത് പഠിച്ച് മുൻപിലോട്ട് നിങ്ങൾ വരുമ്പോൾ അടുത്തു പറയുന്ന ഒരു വാക്ക്, 20-ാം വാക്യം, പൗരൂസന് തന്റെ വാഗോട് പറയാ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഉടമരഗത ശംഭവരാജകൽക്കലാതി എന്ന് രാത്രി മറന്നു പോകരുത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുന്നു എന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നാം കാത്തിരിക്കുക. എവിടെയാ? നമ്മുടെ പൗരത്വം. ഇവിടെ ഉള്ള പൗരത്വമല്ല ഈ ഭൂമിയിൽ വെന്തഴിയുന്നതാ. എന്റെയും നിന്റെയും പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ അഭിഷത്തിന് എങ്ങനെയാ പൗരത്വം സ്വീകരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ പൗരത്വം സ്വീകരിക്കണമെങ്കിൽ കണ്ണ്, ബ്ലഡ്, സ്തോത്ര, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സ്കൂള്, ജനന സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. ഇവിടെ ഏതാ? നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൗരത്വം കിട്ടൂ. പക്ഷേ ഉയരത്തിൽ പോകണമെങ്കിൽ ഈ പൗരത്വമൊന്നും അവിടെയല്ല വിഷയം. അവിടെ പറയുന്നത് മക്കളെങ്കിലോ അവകാശികൾ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരായിരിക്കണം? മക്കളായിരിക്കണം. ആരുടെ മക്കൾ? യേശു കർത്താവിന്റെ മക്കൾ. ഹല്ലേലൂയ. എന്റെ കർത്താവിന് മക്കളെ ഉള്ളൂ, കൊച്ചു മക്കളില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പലതിലേക്കും നമ്മൾ ആശ്രയം വയ്ക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചായാലോ ചരിഞ്ഞു നിന്നാലോ നമ്മെ താങ്ങി നിർത്താൻ അവിടെ ആരുമില്ല. അവിടെ ഒരുവൻ മാത്രം രാജാവായിരിക്കും. അവിടെ ഒരുവൻ മാത്രം ന്യായവിധിയുള്ള ദൈവം ഒരുവൻ മാത്രമായിരിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവിടെ ഇതൊന്നും കാണത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതാ ഇവിടെ പറഞ്ഞത്, 19-ാമത്തെ വാക്യം പറഞ്ഞത്, അവരുടെ അവസാനം നാശമാണ്. ദൈവകുഞ്ഞെ, ആമേൻ. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? അന്നന്ന് ഉണ്ണാനും അന്നന്ന് ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി. സ്തോത്രം. അതേ ശബ്ദം തന്നെ പൗലോസും പറയുന്നത്, അന്നന്ന് ഉണ്ണാനും അന്നന്ന് ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പത്രോസിനോട് കർത്താവ് പറയുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരുന്നു. കൊലോസ്യരിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് വ്യക്തമായിട്ട് കൊലോസ്യർ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ആലോചന 3:2. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ദൂത്, പ്രൈസ് ദി ലോർഡ്, വളരെ ശക്തമായ വ്യക്തമായ ഒരു ആലോചന. വായിച്ചാട്ടെ, 3:2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
ആമേൻ. വളരെ സിമ്പിൾ, വളരെ ചെറിയ കാര്യം. എന്നാൽ ഇന്ന് രാത്രി വേദപുസ്തകത്തിൽ ഒന്നും ചെറുതല്ല. ഇവിടെ പറയുന്നത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. മുൻപേ പറഞ്ഞതുപോലെ ആമേൻ. ഇവിടെ കുറച്ചുകൂടെ ആഴത്തിൽ പറയുക. മുൻപേ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല. ഇവിടെ പറയുന്നത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ആമേൻ രാജാവായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 13:8 അവിടെ പറയുന്നത് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്. എപ്പോഴാ? ലോക സ്ഥാപനം മുൻപേ അവൻ അറുക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു കുഞ്ഞാടിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം സഭകൾ, കോടാനുകോടി വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധർ പ്രാണകാന്തന്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ആലോചന ചെറുതല്ല കേട്ടോ, വലിയ ആലോചനയാ. ഈ രാത്രി ആരും ആമേൻ സ്തോത്രം മാറി നിന്ന് കരയേണ്ട, പ്രസംഗത്തിനെ വിലയിരുത്തണ്ട. ദൈവം നമ്മിൽ പരമേൽപ്പിച്ചത് ഞാനും നിങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോൾ, വയലിലെ താമരെ നോക്കൂ, കാണാൻ ഭംഗിയില്ലേ? നിൽക്കുന്നവിടെയാ, ചെളിയിലല്ലേ? സ്തോത്രം. അതിന്റെ പൂക്കളോ ഭയങ്കര ഭംഗിയല്ലേ? ഹല്ലേലൂയ. എന്നാൽ താമരയേക്കാൾ അതിശ്രേഷ്ഠനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി സഭ ഒരുങ്ങുക, വ്യക്തികൾ ഒരുങ്ങുക. അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറന്നു പോകരുത് ആലോചന. ആമേൻ. സ്തോത്രം. അവിടെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അഭിഷത്തെ. 3-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ എന്ത് ചെയ്യും? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശിക്കാൻ വകയുണ്ടോ? പ്രത്യാശിക്കാൻ വകയുണ്ടോ? ഇവിടെ ഒരു കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റ ഒരു മനുഷ്യനെയും ഒരു കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയില്ല. ആത്മാവിൽ ഉറപ്പിച്ചു പറയാം, ഒരുത്തരും നിന്റെ ജീവന് അവൻ മറുപടിയായി കൊടുക്കാതിരിക്കുമ്പോൾ സർവ ദിനത്തിനും അവൻ മറുപടിയായി തന്റെ ശരീരത്തെ അവൻ ഒന്നുകൂടെ അടിയേറ്റ് അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോ തോന്നുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ഇവിടെ പറയുക എങ്ങനെ? നിങ്ങൾ മരിക്കും, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്താൽ എന്ത് ചെയ്യും? മറഞ്ഞിരിക്കുന്നു. ആമേൻ. ആമേൻ. 4-ാമത്തെ വാക്യം പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ 2-ാം ദിവസം സ്വർഗത്തിലെ ദൈവം ഈ മീറ്റിംഗിൽ കൂടെ ആമേൻ വിളിച്ചു പറയുന്ന ദൂത്, ആമേൻ, ദൈവം അവനോട് കൂടെ തേജസ്സിൽ എടുക്കപ്പെടുത്താൻ നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ അനുഭവിക്കുന്ന വേദനകൾ, ഇവിടെ അനുഭവിക്കുന്ന പങ്കപ്പാടുകൾ,
പ്രാണകാന്തനോട്, ഹല്ലേലൂയ, പ്രാണകാന്തനോട് കൂടെ തേജസ്സിൽ എടുക്കപ്പെടാൻ വേണ്ടിയാ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പോയിക്കേ, അടുത്ത വാക്യം എന്താ വായിക്കുന്ന അറിയാമോ? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ആമേൻ, ഹല്ലേലൂയ, ദുഷ്കാമം, പിന്നെ വിഗ്രഹാരാധന, ആമേൻ, സ്തോത്രം, അത്യാഗ്രഹം എന്നിങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ ആമേൻ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ശമനപരഗതി ശമനപരഗതനാകര. എന്ന് രാത്രി നിന്റെ ആവശ്യം അറിയുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ ആവശ്യം അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളതിനെ മരിപ്പിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു വാണിംഗ് തരുമ്പോ അതിനകത്ത് നമ്മൾ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ആമേൻ നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കേട്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി തമ്പുരാന്റെ മുമ്പിലേക്ക് മുഴങ്കാൽപ്പടി ഇരിക്കുന്ന നിങ്ങളെ പലരെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആമേൻ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഈ കർത്താവിന്റെ ശബ്ദം ആമേൻ, സ്തോത്രം, നിങ്ങൾ ആമേൻ, ആമേൻ, സ്തോത്രം, ലഘുവായി എണ്ണരുത്. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്നെ നല്ലവണ്ണം അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവന് നിങ്ങളോട് ചിലത് ഷെയർ ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. ആമേൻ. നിങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വിളിച്ചു വേർതിരിപ്പാനുണ്ട്. സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന വീട്ടിലെ ചുറ്റുപാട് കണ്ണോട്ടിച്ച് നോക്കിക്കേ. നിങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനായവർ, സമ്പന്നനായവർ. ഉറക്കമുണ്ടോ? രാത്രി ഉറക്കമില്ല. ആഹാരം കഴിക്കാൻ പറ്റുന്നോ? ഇല്ല. ആമേൻ. നടക്കാൻ പറ്റുന്നോ? ഇല്ല. നിങ്ങൾ നോക്കിക്കേ, അവരെക്കാൾ എത്ര ശ്രേഷ്ഠമായി, സ്തോത്രം, അവരെക്കാൾ എത്ര ശ്രേഷ്ഠമായി നിന്നെ എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുത്. നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗം, നമ്മെ ചേർത്തു പിടിക്കുന്ന ഒരു സ്വർഗം, നമ്മെ ഹല്ലേലൂയ അന്ത്യത്തോളം നടത്താമെന്ന് പറഞ്ഞ് വിളിച്ച ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് പിന്നെയും ഒരു ദൂത് കൊടുക്കുക. വായിക്കാം 2:5. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കേൾക്കുമ്പോൾ ലളിതമാണ്, ചെറിയ ഒരു ആമേൻ വാക്യമാണ്. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൂതുകൾ എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യാക്കോബിന്റെ കടവിന്റെ കരയില് യാക്കോബ് ദൈവവുമായി മല്ലുപിടിച്ചതുപോലെ ആയിരിക്കണം ഈ നാളുകളിൽ ദൈവജന ദൈവവുമായി മല്ലുപിടിക്കാൻ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ 2-ാം മാസത്തിലേക്കും കടക്കത്തില്ല. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് 2025 ലാസ്റ്റ് ഡിസംബറിൽ ആമേൻ 31 ഓരോ ദൈവത്തിന്റെയും വർഷത്തിന്റെ എൻഡ് ഓരോ മാസമായിരിക്കണം. കർത്താവേ, അടുത്ത മാസം എനിക്ക് ജീവിക്കേണ്ട മന്ന ഈ 31-നകം എനിക്ക് തരണം. പറയാൻ പറ്റും? ഞാൻ അങ്ങനെ ദൈവത്തോട് വാങ്ങുന്നത്, ഞാൻ അങ്ങനെ ദൈവത്തോട് വാങ്ങുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റും? ഡിസംബർ 31 ജനുവരി 31 കർത്താവേ, അടുത്ത മാസം 1-ാം തീയതി കടക്കുമ്പോ എനിക്ക് ആവശ്യമായതെല്ലാം നീ തരണം, ഇല്ലാതെ ഞാൻ വിടില്ല എന്ന് പറയാൻ പറ്റും? ഓരോ താളുകളും നമ്മൾ മറിച്ച് അപ്പുറത്തോട്ട് പോകുമ്പോ നിന്ന് ചിന്തിക്കണം, ഈ മാസം ഞാൻ എന്ത് പ്രാപിച്ചു, ഈ മാസം ഞാൻ എവിടെ എത്തി, ഈ 31 ദിവസത്തിനകത്ത് ഞാൻ എന്ത് പ്രാപിച്ചു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് പറയണം. അതാ ഞാൻ പറഞ്ഞത്, അതാ ദൈവാത്മാവിൽ പറഞ്ഞത്, വചനത്തിൽ കൂടെ വെളിപ്പാട് നിന്നത്.
മക്കളെങ്കിലോ അവകാശികളും. കർത്താവ്, എനിക്ക് സാലറി ഒന്നുമില്ല, എല്ലാവരും 31-ാം തീയതിക്കകത്തൊരു ശമ്പളം വാങ്ങുമ്പോ എന്റെ നന്മ 31-നകത്ത് നീ തരണം. സഹോദരിമാര് പറഞ്ഞു, സഹോദരിമാര് ദൈവത്തോട് പറ. ഹല്ലേലൂയ. ഇവിടെ ജോലിയില്ലാത്ത ആരെങ്കിലും സഹോദരിമാരുണ്ടോ ഇതിനകത്ത്? പറയൂ, ദൈവത്തോട് പറ. ദൈവം നിന്റെ വാക്കിന് മറികടന്ന് പോകുന്നവനല്ല. നിനക്ക് വേണ്ടിയത് തരാൻ എന്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ. യേശു ചോദിച്ചതാ, സ്ത്രീയെ നിനക്ക് എന്താ വേണ്ടത്? ഇന്ന് രാത്രി കരയേണ്ട എന്ന് പറയാൻ ഒരുവൻ നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. നീ കരയേണ്ട, നിന്റെ സകല ആവശ്യത്തിലും ഞാൻ മതിയായ ദൈവം. നീ കരയേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ കരയേണ്ട എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവ ശബ്ദത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. സ്തോത്രം. വായിക്കാം, മത്തായി 16:19 ഒന്ന് വരാം. എന്താ അവിടെ 19-ാമത്തെ വാക്യം വായിച്ചത്? 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? ഈ താക്കോല് കൊടുത്ത് താക്കോല് കൈ കിട്ടിയപ്പോ സ്വഭാവം മാറി. ആരുടെ സ്വഭാവം? പത്രോസിന്റെ സ്വഭാവം. അധികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വഭാവങ്ങൾ മാറും. അധികാരങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ചില സ്വഭാവങ്ങൾ മാറുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ കാണാൻ കഴിയും. പത്രോസിന്റെ സ്വഭാവം മാറുമെന്ന് ആരും വിചാരിച്ചില്ല. അത് മാറിയത് യേശുവിന്റെ അടുത്താണ്. ദൈവവൈതലെ, നീ ചേർത്ത് പിടിക്കുന്ന പലരും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെന്നറിയുമ്പോ ചിലപ്പോ നിന്നെ ഒരു കറിവേപ്പല പോലെ തള്ളിക്കളയും. പേടിക്കണ്ട, ഭയപ്പെടേണ്ട. പിന്നെ അവർക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട. ഹല്ലേലൂയ. പിന്നെ നിന്റെ കുറെ കുറ്റങ്ങളായിരിക്കും ആരോപിക്കുന്നത്. ഭാരപ്പെടണ്ട. അപ്പോഴാ യേശു പത്രോസിനോട് പറഞ്ഞത്. അവന് തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, താക്കോൽ കൈ കിട്ടിയപ്പോ എല്ലാം കിട്ടി എന്ന് ചിന്തിച്ചു. ഇതിനേക്കാൾ താക്കോൽ കൂട്ടം കിട്ടിയ ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ നേരത്തെ പറഞ്ഞ യോസേഫ്. താക്കോൽ കൂട്ടം അവന് കിട്ടി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അവന് താക്കോൽ കൂട്ടം കൊടുത്തു. അവൻ അതിനെ വാങ്ങി വലിച്ചെറിഞ്ഞു. എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ കൃപയാ. സ്ഥാനമാനങ്ങൾ ഈ ഭൂമി കൊണ്ട് തീരും. ദൈവമൈതലേ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ സ്ഥാനമാനങ്ങളൊന്നും പറ്റില്ല. ആമേൻ. ഐ ആം റെഡി കർത്താവേ, ഇപ്പൊ വിളിച്ചാലും ഞാൻ വരാമെന്ന് റെഡിയായി. അയ്യോ, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ കടക്കാനുണ്ട്. നീ ചെയ്തത് മതി, ഇനി പോരെ. നീ കുറച്ച് റെസ്റ്റ് എടുക്ക. ആ സ്ഥാനത്ത് ഞാൻ മറ്റൊരുത്തനെ സ്ഥാപിക്കും. എന്റെ ദൈവം എത്ര ശക്തനെന്നറിയാം. പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ച്, മോനെ നീ ചെയ്തോ, എന്താ നിന്റെ ആവശ്യം പറ, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു വയ്ക്കും. ഇന്ന് രാത്രിയിലും പറയട്ടെ, ചിലരെ നോക്കി പറയുക, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി പറയുന്നു, നീ കരഞ്ഞതിനും വിലവെച്ചതിനും ഇന്ന് രാത്രി മറുപടി ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമൈതലേ, ദൈവത്തെ തിരുത്താൻ നമുക്ക് പോണ്ട. കർത്താവ് ഒരിക്കൽ പാതയിൽ കൂടെ സഞ്ചരിപ്പോൾ നമുക്ക് തയ്യാറാകാം. ആമേൻ. ഇവിടെ പറയുന്നത് ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ആമേൻ. ഇതാ ഈ ഭാവം നമ്മളിൽ എല്ലാവരിലും വേണം. ഹല്ലേലൂയ. ആമേൻ. കവർന്നഹൂമിൽ യേശു പോയപ്പോഴേ, ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ഒത്തിരി ക്വസ്റ്റ്യൻസ് യേശുവിനോട് ചോദിച്ചു. അടിക്കാൻ മുട്ടി ചുരുട്ടി. കർത്താവ് അവിടെ ഒന്നും പറഞ്ഞില്ല, ഒഴിവായി അങ്ങ് പോയി. പക്ഷേ പിന്നെ ചില മാസങ്ങൾക്ക് ശേഷം ഒരു വരവൂടെ അവിടെ വരേണ്ടി വന്നു. ആമേൻ. അതാ പുസ്തകം പറയുന്നേ, പിന്നെയും അവൻ കവർന്നഹൂമിൽ വന്നു. അടുത്ത് വന്നു എന്ന് ശ്രുതിയായി. അടുത്ത് വാതുക്കൽ പോലും ഇടമില്ലാതെ ജനം തടിച്ചുകൂടി. അടുത്ത് അപ്പോൾ 4 ആൾ കൂടി ഒരു പക്ഷപാതക്കാരനെ യേശു ഇരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ചു. ദൂത് മനസ്സിലായോ? ആദ്യം നിന്റെ വീട്ടിൽ വന്നപ്പോൾ യേശുവിനെ നീ ചോദ്യം ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരു വരവൂടെ വന്നു. ആ വരവിൽ മേൽക്കൂര പൊളിച്ചു. ഇന്ന് രാത്രി അപ്പ എന്റെ ഭവനത്തിൽ നീ ഒന്നുകൂടെ വരണം, എന്റെ അടുത്ത് നീ ഒന്നുകൂടെ വരണം. ഈ രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ നീ എന്റെ അടുത്ത് ഇന്ന് രാത്രി എന്റെ അടുത്ത് നീ വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ വിട്ട് ഒത്തിരി ദൂരെ പോയി, പക്ഷെ ഇന്ന് രാത്രിയില് യെശയ്യാവിന്റെ പുസ്തകം 20:20, വെളിപ്പാട് 1:18, ആമേ വെളിപ്പാട് 3:7, മത്തായി 18:18, യോഹന്നാൻ 20:23 നിങ്ങൾ ശരിക്കും പഠിക്കുമ്പോൾ അതിനകത്ത് ദൈവം കൊടുക്കുന്ന ദൂത്, ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകൾ, ദൈവം കൊടുക്കുന്ന ആത്മീക സന്ദേശങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ മറന്നു പോകരുത്. പത്രോസിൽ കൂടെ അറിയിച്ച ദൈവകൃപ. നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യേണ്ട, കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്, എങ്കിൽ നിനക്കൊരു താക്കോല് തരാൻ സ്വർഗം സർവശക്തനാണ്. ആരും ഇതുവരെയും തുറക്കാത്ത, ആർക്കും ഇതുവരെയ്ക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് ഈ 2025 പ്രാരംഭ മാസത്തിൽ, ഈ 20ാമത് ബൈബിൾ കൺവെൻഷന്റെ 2ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഇന്ന് രാത്രി മുഴങ്കാൽ പിടിക്കാമോ? ആമേൻ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ?